ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഐസ് കട്ടിയായിട്ട് ഉറച്ച് കിടക്കുന്ന ഒരു കടലിൻ്റെ മുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എന്തൊക്കെയാണ് ഇവിടെയുള്ള ആക്ടിവിറ്റീസ് എന്നൊക്കെ കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കി കിച്ചണിൽ, അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഞങ്ങളെ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വന്ന ഡ്രൈവറില്ലേ, ആളാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് സ്വീഡിഷ് ലാപ്ലാൻഡിലേക്കാണ്. അവിടുന്ന് ഒരു ഐസ് ബ്രേക്കർ ക്രൂയിസ് ട്രിപ്പിനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഐസ് ബ്രേക്കർ ക്രൂയിസ് എന്ന് പറയുന്നത് ആർട്ടിക് സീയിലൂടെ ഐസ് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു ഷിപ്പാണ്. നമ്മൾ പോകുന്ന ട്രിപ്പിൽ ഈ ക്രൂയിസ് പോകുന്നത് സ്വീഡനും ഫിൻലാൻഡിനും ഇടയ്ക്കുള്ള ബേ ഓഫ് ബോത്നിയ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രോസൺ കടലിലൂടെയാണ്. ഇവിടെ 2 ഐസ് ബ്രേക്കർ ക്രൂയിസുകളുണ്ട്. അതിൽ ഞങ്ങൾ പോയ ഐസ് ബ്രേക്കർ ക്രൂയിസിൻ്റെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം. പ്രൈസൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. സ്വീഡിഷ് സൈഡിലേക്ക് പോകാൻ ഒരു ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട് ഇവരുടെ ഈ ഐസ് ബ്രേക്കർ ക്രൂയിസിൻ്റെ കൂടെ തന്നെ. ഞങ്ങളത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഈ ഡ്രൈവറിനെ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ റോവനേമി ട്രിപ്പിന് കൂടെ വരാനായിട്ട്. ഇദ്ദേഹം തന്നെ ഞങ്ങളെ ക്രൂയിസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോകും, പിന്നെ നോർത്തേൺ ലൈറ്റ് കാണിക്കാൻ കൊണ്ടുപോകും, പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ കാശൊക്കെ പറഞ്ഞ് നേരത്തെ ഏൽപ്പിച്ചതാണ്. നല്ല മനോഹരമായ കാഴ്ചകളും കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. കാറിൽ ഹീറ്റർ ഓണാണെങ്കിലും കുറച്ചൊക്കെ തണുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ ഫ്രോസൺ റിവറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ടും ഐസായി ഉറഞ്ഞു കിടക്കുകയാണ് റിവർ. നിങ്ങളുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കരുതിക്കോളൂ. ചില മക്കളൊക്കെ യാത്രക്കിടയിൽ കരയില്ല, അത്തരംകാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഈ യാത്രക്കിടയിൽ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റോ കഫേയോ ഒന്നും കണ്ടിട്ടില്ല. ഒരു വിജനമായ വെയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. സ്വീഡനിലേക്ക് കടന്നു കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ എന്തെങ്കിലും ഷോപ്പൊക്കെ കാണാൻ പറ്റുക. ഇപ്പം നമ്മൾ സ്വീഡൻ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്വീഡനിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഈ ഐസ് ബ്രേക്കർ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെത്തി. കാറ് നിർത്തിയപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. മഞ്ഞൊക്കെ കണ്ട ആവേശത്തിൽ ഇറങ്ങിയതാണ് മോള്. ഒരു 3 മിനിറ്റ് എങ്ങാനും പുറത്ത് നിന്നിട്ടുണ്ടാവും. കൈയൊക്കെ ഫ്രീസായിപ്പോയി. ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അതിനെക്കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പഠിച്ചോനെ പണി പാളിയോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അപ്പം തന്നെ ഞങ്ങൾ കാറിൽ തിരിച്ച് കയറിയിരുന്നു. ട്രിപ്പ് തുടങ്ങുന്ന സമയത്താണ് പിന്നീട് ഇറങ്ങിയത്. ആ കാണുന്ന ഷിപ്പ്, അതായത് ഐസ് ബ്രേക്കർ ക്രൂയിസിലാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് 2 സമയങ്ങളിലായിട്ടാണ് ഈ ക്രൂയിസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് മോർണിംഗ് ടൈമിലും മറ്റൊന്ന് ആഫ്റ്റർനൂൺ ടൈമിലും. ഞങ്ങൾക്ക് കിട്ടിയത് 2 മണിക്കുള്ള ട്രിപ്പാണ്. രാവിലത്തെ ട്രിപ്പ് തിരിച്ചു വന്നിരിക്കുകയാണ്. അവർ ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ കയറണം. എല്ലാവരും ഇറങ്ങുന്നതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞത് കുറച്ച് കഠിനമായ പണിയായിരുന്നു. നല്ലപോലെ തണുക്കുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് നമ്മളുടെ ടിക്കറ്റ് കാണിക്കണം. അപ്പോൾ അവർ നമുക്കൊരു ടാഗ് തരും. ഞങ്ങളുടെ ടാഗ് പേർപ്പിൾ കളറായിരുന്നു. ഗ്രീൻ, വൈറ്റ്, ബ്ലൂ, പേർപ്പിൾ എന്നീ 4 കളറിലെ ടാഗുകൾ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഓരോ കളറും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ ടൈം സ്ലോട്ടാണ്. ഈ ടൈം സ്ലോട്ട് എന്തിനാണ് തരുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്വിമ്മിങ്ങിന് പോകാനുള്ള ടൈം സ്ലോട്ട്. നമ്മളിപ്പോൾ ഷിപ്പിനുള്ളിലേക്ക് കയറുകയാണ്. കയറുന്ന സമയത്ത് നല്ല മ്യൂസിക് കേൾക്കാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കയറിയ ഉടനെ തന്നെ എങ്ങനെ ഉള്ളിൽ കയറുമെന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്റ്റെപ്പ് കണ്ടു. ആ സ്റ്റെപ്പിലൂടെ ഞങ്ങൾ മുകളിലേക്ക് കയറി. ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. പടച്ചോനെ, ഈ യാത്രക്ക് വന്നത് തെറ്റായ തീരുമാനമായോ എന്ന് തോന്നിപ്പോയി. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഓടി ഉള്ളിലേക്ക് കയറണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നത്.
ഞങ്ങൾ ഏതെങ്കിലും ഡോറ് നോക്കി നടന്നപ്പോൾ ഒരു റൈറ്റ് സൈഡിലൊരു ഡോറ് കണ്ടു. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് പോയപ്പോൾ മനസ്സിലായി അതൊരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് അതിനുശേഷം ഒരു ഹോട്ട് ചോക്ലേറ്റും ക്രൂസോണൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ഒന്ന് തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് ഈ ഷിപ്പിനുള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഭാഗത്ത് നമുക്ക് പോവാം എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ ഒരു തിയേറ്റർ അവിടെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ആ തിയേറ്ററിലേക്ക് പോയി. കുറച്ച് നാരോ ആയിട്ടുള്ള സ്റ്റെപ്പായിരുന്നു, ഒരാൾക്ക് മാത്രമേ ഇറങ്ങാനോ കയറാനോ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല സൂക്ഷിച്ചിട്ട് ഞാൻ ഇറങ്ങിയത്. ഒരുപാട് പേരൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നില്ല, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ എഴുതി വെച്ചതിൽ എൻജിൻ റൂം പിന്നെ ക്യാപ്റ്റൻ റൂം എന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമായിരുന്നു എന്നാണ്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, അങ്ങ് പോകാൻ പറ്റുമോ എന്നുള്ള ശരിക്കുള്ള ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റുമായിരുന്നു, അതുകൊണ്ടാണ് എഴുതി വെച്ചതെന്ന്. ഞാൻ തിയേറ്ററിലെത്തിയപ്പോൾ ഒരു ഡോക്യുമെൻ്ററി വീഡിയോ റണ്ണിങ് ആയിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ മനസ്സിലാവും, എങ്ങനെയാണ് ഈ ഷിപ്പ് ഈ ഐസ് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറീസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം കപ്പൽ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പം ആ കപ്പൽ ഐസ് ബ്രേക്ക് ചെയ്ത് പോകുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് വന്നു. അപ്പോഴത്തേക്ക് എല്ലാ സൈഡും ഒക്യുപ്പൈഡ് ആയിരുന്നു. ആളുകളൊക്കെ ചെറിയൊരു തിണ്ട് പോലെയുള്ള ഭാഗത്ത് കയറി നിന്നിട്ട് ഈ കപ്പൽ പോകുന്നതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മോൾ ആ ഹോളിലൂടെ നോക്കി എങ്ങനെയാണ് കപ്പൽ പോകുന്നതെന്നൊക്കെ. കപ്പലിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാലാണ് അത് ഐസ് ബ്രേക്ക് ചെയ്ത് പോകുന്ന കാഴ്ച വ്യക്തമായി കാണുക. അതിനായിട്ട് എല്ലാവരും അവിടെ തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ഒരു തിണ്ട് പോലുള്ള നമ്മൾ കയറി നിന്നിട്ട് വേണം നമുക്ക് വീഡിയോ എടുക്കാൻ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസാണ് ഇതൊക്കെ. അങ്ങനെ ആ തിണ്ടുമേലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് എൻ്റെ കാലിടിച്ചു, നല്ല പോലെ വേദനിച്ച് കുറേ ദിവസത്തോളം ആ വേദന ഉണ്ടായിരുന്നു. ഗ്ലൗസ് ഇല്ലാതെയാണല്ലോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്, ക്യാമറ ഓൺ ചെയ്യണമെങ്കിൽ ഗ്ലൗസ് അയക്കേണ്ടിയിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ, തണുത്ത് വിറച്ചെടുത്ത വീഡിയോസ്. പിന്നെ ചില വീഡിയോസൊക്കെ നിഷാദ് എടുത്തു തന്നതാണ്. ആളുകളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് കാത്തു നിന്നിട്ട് എടുത്തതാണ് ചില വീഡിയോസൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട് സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല വീഡിയോസ് കിട്ടുമെന്ന്. ആ സ്ഥലത്തുനിന്ന് ആളുകൾ ഇറങ്ങുമോയെന്ന് ചോദിച്ചിട്ട് ഞാൻ കുറേ നേരം കാത്തു നിന്നു. അവരൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങനെ നോക്കി, ചില ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്, ചില ആൾക്കാർ ഐസ് ബ്രേക്ക് ചെയ്യുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. ഒരുപാട് നേരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. തണുപ്പ് സഹിച്ച് എനിക്കൊട്ടും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർക്കൊന്നും തണുപ്പില്ലേ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ തിരിച്ച് കപ്പലിനുള്ളിലേക്ക് കയറിയിട്ടും അവർ ആ സ്ഥലത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ബാക്ക് സൈഡിലുണ്ടായിരുന്ന ഒരു ഏരിയ എടുത്ത വ്യൂ ആണ്. ഇവിടുന്ന് നമുക്ക് ഐസ് ബ്രേക്ക് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റില്ല, കാരണം ബാക്ക് സൈഡാണല്ലോ. അവിടെയും വന്ന് ഞാൻ വീഡിയോ എടുത്തു. സൺസെറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാഴ്ചകൾക്കൊക്കെ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ടൈം മോർണിംഗ് ടൈമാണ്. മോർണിംഗ് ടൈമിൽ നിങ്ങൾ വരികയാണെങ്കിൽ സ്വിം ചെയ്യുന്ന സമയത്ത് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും. ഞങ്ങൾ സ്വിമ്മിങ്ങിനൊക്കെ പോയത് നൈറ്റ് ടൈമിലായതുകൊണ്ട് തന്നെ ഫോട്ടോസൊന്നും അത്ര ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. ഈ ക്രൂയിസ് ട്രിപ്പ് നടത്തുന്ന സമയത്ത് നമുക്ക് ഫ്രോസനായി കിടക്കുന്ന കടലിൻ്റെ മുകളിലൂടെ നടക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കടലിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റില്ല എന്ന്. അത് ഈവനിങ്ങുള്ള സെക്ഷനിലെ ട്രിപ്പ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കടലിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ ഉള്ളിലിരിക്കുന്ന സമയത്ത് ഒരു അനൗൺസ്മെൻറ്റ് വന്നു, നിങ്ങൾക്കിപ്പോൾ കടലിൻ്റെ മുകളിലൂടെ നടക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും കടലിൻ്റെ മുകളിലൂടെ നടക്കാനായിട്ട് ഷിപ്പ് ഇറങ്ങുകയാണിപ്പോൾ. ഞങ്ങളാണെന്ന് തോന്നുന്നു അവസാനമായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും കടലിൻ്റെ മുകളിലുണ്ട്. ഷിപ്പ് ഇപ്പോൾ കടലിൽ എവിടെയോ നിർത്തിയിട്ടിരിക്കുകയാണ്. കടൽ മുഴുവനായിട്ടും
ഐസ് കട്ട പിടിച്ച് കിടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസ് നടക്കില്ല എന്നല്ല വിചാരിച്ചത് വെബ്സൈറ്റിൽ കണ്ടപ്പോൾ. പക്ഷേ ഈ ഭാഗ്യം കിട്ടിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുള്ളത്. വേറെ ഏതോ സ്ഥലത്ത് എത്തിപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ്. അതായത് ഭൂമിയിലൊന്നുമല്ല, വേറെ എവിടെയോ നമ്മൾ എത്തിപ്പെട്ട പോലെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായത്. അതികഠിനമായ തണുപ്പുണ്ട്, ഒട്ടും സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. എന്നാലും ആ തണുപ്പൊന്നും നമ്മൾക്ക് മനസ്സിലേക്ക് കടക്കുന്നില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം തണുപ്പിനേക്കാളൊക്കെ വലുതായിരുന്നു. നേരത്തെ ഒക്കെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ മുഖത്തൊരു ടെൻഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം തണുപ്പ് സഹിക്കാൻ പറ്റാത്തത് ആയിരുന്നു വന്നത്. ഈ യാത്രക്ക് വന്നത് ഒരു തെറ്റായോ എന്നുള്ള തോന്നൽ കൊണ്ടായിരുന്നു അന്നേരമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ മാറി. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത്. കടലിലൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ നല്ലപോലെ ഐസായി കാണാം. അതിൻ്റെ മുകളിൽ മഞ്ഞ് വന്ന് വീണിട്ടാണ് ഈ വെള്ള കളർ ഉണ്ടായിരിക്കുന്നത്. ഞാൻ സ്ലിപ്പാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല സൂക്ഷിച്ചായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലൂടെ ഓടി കളിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൺസെറ്റ് ടൈമിലാണല്ലോ നമ്മൾ ഈ നടക്കുന്നത്. അതിൻ്റെ മനോഹാരിത ഒരു വേറെ തന്നെയായിരുന്നു. ഞാൻ നിങ്ങളോട് മോർണിംഗ് ടൈമിലെ ക്രൂയിസ് ട്രിപ്പ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്വിമ്മിങ് ടൈമിൽ നല്ല ഫോട്ടോസ് കിട്ടും. വേറൊന്ന് ഫസ്റ്റ് തന്നെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നല്ലപോലെ ഐസ് ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ രണ്ടാമത് ട്രിപ്പ് വരുന്നത് കൊണ്ട് ഓൾറെഡി ബ്രേക്ക് ചെയ്ത ഭാഗത്തൂടെയൊക്കെയല്ലേ പോകുന്നത്. അതുകൊണ്ട് പൊടിഞ്ഞു കിടക്കുന്ന ഐസ് ബ്രേക്ക് ചെയ്യുന്നതാണ് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ നേരെയുള്ള ഐസ് ബ്രേക്ക് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മോർണിംഗ് ട്രിപ്പ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. നിങ്ങൾ സൺസെറ്റ് ടൈമിലുള്ള ഈ കാഴ്ച കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഫ്റ്റർനൂൺ ട്രിപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. നിഷാദ് എടുത്ത കുറച്ച് വീഡിയോസും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ കടലിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഉള്ള കാഴ്ച നിങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിക്കാനാണ്. നമ്മൾ നടക്കുന്നതിൻ്റെ മറ്റൊരു ഭാഗത്ത് കയറ് കെട്ടിയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഐസൊക്കെ നീക്കിയിട്ട് വെള്ളം കാണാം. അവിടെയാണ് സ്വിം ചെയ്യുന്നുണ്ടായിരുന്നത്. നമ്മളിവിടെ നടക്കുന്ന സമയത്ത് ആദ്യത്തെ ബാച്ച് അവിടെ സ്വിം ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സമയമായപ്പോൾ, അതായത് പർപ്പിൾ ടാഗിന് തന്ന സമയമായപ്പോൾ ഞങ്ങൾ സ്വിമ്മിങ്ങിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തേണ്ടി വന്നു. മുന്നത്തെ ബാച്ച് പോവാനായിട്ട് പുറത്ത് കുറേ നേരം കാത്തു നിൽക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്തേക്കായിട്ട് വന്നാൽ മതി. ഈ തണുപ്പിലിങ്ങനെ പുറത്ത് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പണിയൊന്നുമല്ല. കുറേ നേരം കാത്തു നിന്നു. അപ്പോൾ സൈഡിൽ എന്തോ ഒരു ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ജ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹോട്ട് ബ്ലൂബെറി ജ്യൂസായിരുന്നു. അത് എല്ലാവർക്കും പോയി കുടിക്കായിരുന്നു. ഞാൻ കുടിച്ചിട്ടില്ല, മോനും നിഷാദൊക്കെ കുടിച്ചു. ഞങ്ങൾ ഈ സ്വിമ്മിങ് നടക്കുന്ന സ്ഥലത്തുള്ള കാഴ്ച കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് മുന്നേ ഉള്ള ബാച്ച് ഇപ്പോൾ സ്വിമ്മിങ് കഴിഞ്ഞിട്ട് കയറുന്നേ ഉള്ളൂ. ചിലർ അവിടെ തന്നെ സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിട്ടിരിക്കുന്ന ആ സർവൈവൽ സ്വീറ്റില്ലേ, അത് അവരയച്ചിട്ട് വേണം അടുത്ത ബാച്ചിന് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ് എല്ലാവരും. ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ട് ബ്ലൂബെറി ജ്യൂസ് ഉണ്ടായിരുന്ന സ്ഥലം. അവിടുന്ന് മോനും നിഷാദും കുടിക്കുകയാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ക്യാബിൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിഷാദ് തന്നെ ആദ്യം പോയിരുന്നു. ഒരാൾ വന്നിട്ട് നിഷാദിന് ആ സർവൈവൽ സ്യൂട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ് അതിടാൻ. അതിട്ട് കഴിഞ്ഞാലും ഒരു ഭയങ്കര സഫോക്കേഷൻ ഫീലാണ് ഉണ്ടാവുക. പിന്നെ ഇട്ടത് മോനാണ്. അടുത്തതായിട്ട് മോളെ കൊണ്ട് നിർത്തി നോക്കുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ. അവിടെ ഒരു ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നത് 120 സെൻറ്റിമീറ്ററിന് മുകളിലാണെന്ന് തോന്നുന്നു സ്വിമ്മിങ്ങിന് പോകാൻ പറ്റുള്ളൂ. മോള് അത്രയും ഇല്ലാത്തത് കൊണ്ട് മോൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മോളെ ഒറ്റക്കായിട്ട് ആ ക്യാബിനിൽ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മോളെ കൂടെ നിൽക്കാം. നിഷാദിനോടും മോനോടും ഈ ബാച്ചിൽ പോയിക്കോളാൻ പറഞ്ഞു. അടുത്ത ബാച്ചിൽ ഞാൻ പോയിക്കോളാം, അതുവരെ മോളോട് കൂടെ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു.
ഇപ്പോൾ ഒരു ടാഗ് ആൾ കഴുത്തിലൂടെ ഇട്ട് കൊടുക്കും. ആ ടാഗ് കാണിച്ചാലാണ് നമ്മുടെ ഫോട്ടോസ് കിട്ടുക. അപ്പോൾ സ്യൂട്ട് അയക്കുന്ന സമയത്ത് ഈ ടാഗ് മറക്കണ്ട. ഞാനത് പറയാൻ കാരണം മോന് സ്യൂട്ട് അയക്കുന്ന സമയത്ത് ഇത് എവിടെയോ വെച്ചു, ഞങ്ങൾ തിരഞ്ഞ് കണ്ടെത്തി ഒരു ടാഗ് കിട്ടി. ആ ടാഗ് കൊണ്ടുപോയി നോക്കുമ്പോൾ അത് വേറെ ആരുടെയോ ആയിരുന്നു. അതുകൊണ്ട് മോൻ്റെ ഫോട്ടോസ് കിട്ടിയില്ല. മോനിക്ക് സ്വിമ്മിങ് അറിയില്ല, അതുകൊണ്ട് മോൻ ചെറുതായൊന്ന് പാനിക്കായി. അതുപോലെ തന്നെ ഇവരെ ബാച്ചിൽ പോയൊരു പെൺകുട്ടിയും പെട്ടെന്ന് തിരിച്ചു വന്നു, എനിക്ക് സ്വിമ്മിങ് അറിയില്ല, ഞാൻ പാനിക്കായെന്ന് പറഞ്ഞിട്ട്. സ്വിമ്മിങ് അറിയണമെന്ന് നിർബന്ധമില്ല, എന്നാൽ അറിയാത്തവർ ചെറുതായൊന്ന് പാനിക്കാവും. നിഷാദിൻ്റെ ടാഗ് കൊടുത്തപ്പോൾ കിട്ടിയ ഫോട്ടോസാണ് ഇതൊക്കെ. കുറച്ചുകൂടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഫോട്ടോസിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. സ്വിമ്മിങ് കഴിഞ്ഞ് വന്ന നിഷാദും മോനും പറഞ്ഞു എന്തായാലും ഞാൻ സ്വിമ്മിങ്ങിന് പോവണ്ട എന്ന്. കാരണം പാനിക്കാവും, എനിക്ക് സ്വിമ്മിങ് അറിയില്ലല്ലോ, അപ്പോൾ പാനിക്കാവും എന്ന് അവർ പറഞ്ഞു. കാരണം ഈ സർവൈവൽ സ്യൂട്ടില്ലേ, അതിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു സഫോക്കേഷൻ ഫീലാണ്. അപ്പോൾ അതിട്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തേക്ക് പോകുന്ന പോലെ തോന്നിയിട്ട് പാനിക്കാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഇനി അടുത്ത ബാച്ചിൽ പോകേണ്ടത്. അങ്ങനെ ആയതുകൊണ്ട് ഒന്ന് മടിച്ചു, അങ്ങനെ ഞാൻ പോയില്ല. പക്ഷേ അതൊരു വലിയ നഷ്ടമായിട്ട് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും ഒരു റിസ്ക് എടുത്ത് പോവേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരുടെയും സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഷിപ്പ് കരയിലേക്ക് തിരിച്ചു. 3 മണിക്കൂറാണ് ഈ ട്രിപ്പിൻ്റെ ദൈർഘ്യം. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഈ ട്രിപ്പിന് പോയതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ആ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. സർട്ടിഫിക്കറ്റും കയ്യിൽ പിടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ മറന്നില്ല. അങ്ങനെ ജീവിതത്തിലെ ഒരു മനോഹരമായ യാത്രാനുഭവമായി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പറ്റുന്നവരൊക്കെ ഈ ഒരു ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയ്ക്ക് മനോഹരമായൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ. റോവിനെമിയിലെ പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.